ഹലോ വെൽക്കം ബാക്ക്. പുണ്യ റമദാനിലെ മറ്റൊരു ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. റെസിപ്പീസും വിശേഷങ്ങളും എല്ലാം ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടണ് എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഞാൻ പറയാത്ത വീഡിയോയിൽ ലൈക്ക് കുറവാണ്, ഞാൻ പറയുന്ന വീഡിയോയിൽ നിങ്ങൾ മറക്കാതെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4:45 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ ഇന്ന് കുറച്ച് സമയം നേരത്തെ വന്നേ. കാര്യം ഇന്ന് ഞാൻ ഒറോട്ടി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ തന്നെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പച്ചവെള്ളത്തിൽ കുഴക്കുന്ന മാവില്ല, ഒറോട്ടിപ്പൊടിൻ്റെ അതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇന്നലെ രാത്രി തന്നെ ഞാനൊന്ന് കുഴച്ച് വെച്ചു. അങ്ങനെ കുഴച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ കുഴച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ കുഴച്ച് വെച്ചാൽ ഒന്നുകൂടെ നല്ല, മാത്രമല്ല നമ്മൾ രാവിലെ ആ ഒരു തിരക്കിൽ അത് കുഴക്കാൻ നിൽക്കണ്ടല്ലോ, അതുകൊണ്ട് കുഴച്ച് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇനി പത്തിരി ചുട്ടെടുക്കണം, പിന്നെ കറിയുണ്ട്, അതൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്, അതൊക്കെ തന്നെയാണ്. അപ്പോൾ ദോശയും നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ പെട്ടെന്ന് ഇതായി കിട്ടില്ലല്ലോ, കുറച്ച് സമയം കല്ലിൽ കിടക്കണമല്ലോ. ദോശ നമുക്ക് പെട്ടെന്ന് ഒഴിച്ച് വേഗം എടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ കുറച്ച് നേരത്തെ കിച്ചണിലേക്ക് വന്നത്. ഇല്ലെങ്കിൽ ഒറോട്ടി ചുടലേ ഉണ്ടാവുള്ളൂ, നമുക്ക് കഴിക്കലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ പറഞ്ഞു നമ്മളെ പച്ചരി അരച്ചിട്ടുള്ള ദോശയല്ല, അതൊന്ന് കാണിക്കണേന്ന്. അപ്പം ഞാൻ കാണിക്കാൻ വിട്ടുപോയി. എല്ലാവർക്കും അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാഞ്ഞത്. പിന്നെ നമ്മളും കുറേ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, രാവിലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. മാത്രമല്ല ഇനിയിപ്പോൾ ഞാൻ ചെയ്യുമ്പോഴല്ലേ കാണിക്കാൻ പറ്റുമോ, നമ്മളത് ഉണ്ടാക്കുന്ന ദിവസം. ഒന്നുമില്ല, പച്ചരി അരക്കുക, കുറച്ച് ലൂസായിട്ട് തന്നെ അരക്കുക, അത്രയേ ഉള്ളൂ. ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ലൂസായിട്ട് ചുട്ടെടുക്കുക കേട്ടോ. നമ്മൾ കറി ചെറുതായിട്ടൊന്ന് റെഡിയാക്കാനുണ്ട്. ഒന്നുമില്ല, ഞാൻ ഇന്നലെ രാത്രിയിൽ ചിക്കൻ വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് വേവിച്ച് വെച്ചതാണ്. നമുക്ക് ഇങ്ങനത്തെ ഈ ഒറോട്ടിക്കും ഇങ്ങനത്തെ ഒരു മുളകിട്ടത് ഇഷ്ടമാണ്. ഉള്ളിയും തക്കാളിയും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി വെളിച്ചെണ്ണയും കറിവേപ്പിലയും അതും കൂടെ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കറി റെഡിയാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഒറോട്ടിക്ക് ഇത് കൂട്ടാൻ കേട്ടോ. ഒറോട്ടിക്കും പത്തിരിയൊക്കെ നല്ലതാണ്, പക്ഷെ ഗ്രേവി അത്ര അങ്ങ് ഉണ്ടാവില്ല കേട്ടോ, കുറഞ്ഞതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതവിടെ റെഡി ആവട്ടെ. റഫീഖാനെ വിളിച്ച് കഴിഞ്ഞാൽ റഫീഖ പെട്ടെന്ന് നീക്കൂട്ടോ, സ്വിച്ച് ഇട്ട പോലെ നീക്കും. പക്ഷെ ഞാനങ്ങനല്ല കേട്ടോ, എനിക്കങ്ങനെ പെട്ടെന്ന് നീക്കാൻ കഴിയൂല. ഇപ്പോൾ അലാറം അടിക്കുകയാണെങ്കിലും ഒരു 5 മിനിറ്റൊക്കെ ഓഫാക്കി വെച്ച് എന്നിട്ടൊക്കെ പതുക്കെ എണീറ്റ് വന്ന് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുള്ളൂ. ഇങ്ങനെ ഓണാക്കി പതുക്കെ ഇങ്ങനെ ഓണായി വരിക ചെയ്യുക. റഫീഖ അങ്ങനെയല്ല കേട്ടോ, മാഷാ അല്ലാ, സ്വിച്ച് ഇട്ട പോലെ തന്നെ എണീറ്റിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്യും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ റഫീഖ കറക്റ്റ് ടൈമിൽ എണീക്കുകയുള്ളൂ, കാരണം വേഗം എണീക്കും. ഇപ്പം ഞാൻ ഇനിയിപ്പോൾ രാവിലെ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ വിളിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കും. എന്നിട്ട് നേരത്തെ വിളിക്കുമ്പോൾ തന്നെ എന്നെ നല്ലോണം വിളിക്കണം, ആ കാര്യം എന്താണെന്ന് എന്നോട് പറയണം, എന്നാലേ എനിക്ക് ബോധം വരുള്ളൂ. ഇതിനാണ് ഞാൻ എണീക്കുന്നത് എന്നൊക്കെയുള്ള ഒരു തോന്നൽ വേണം. എന്നല്ല, പക്ഷെ എൻ്റെ കാര്യങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ഉറക്കുണ്ടാവില്ല, അല്ല കറക്റ്റായിട്ട് എണീക്കുകയും ചെയ്യട്ടോ. അങ്ങനെ രണ്ട് വ്യത്യാസമുണ്ട്. അല്ലാതെ നമുക്ക് മടിയുള്ള ചിലപ്പോൾ എഡിറ്റിങ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ വിളിക്കണം, നല്ലോണം വിളിക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ വിളിക്കുക, ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരണം, എന്നാലൊക്കെയാണ് ഞാൻ എണീറ്റ് പൊങ്ങി ആ ഒരു കാര്യത്തിലേക്ക് കടന്നു വരുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ട് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ റഫീഖ പറയും, അങ്ങനെ മടി പിടിച്ചിരിക്കുമ്പോൾ റഫീഖ പറയും, അത് നിൻ്റെ പ്രൊഫഷനായിട്ട് കാണാത്തതുകൊണ്ടാണ് ആ ഒരു ഇത് അങ്ങനെ വെറുതെ അങ്ങനെ സില്ലിയാക്കി വിടുന്നത് എന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ പ്രൊഫഷണലായിട്ട് കാണായിട്ടൊന്നല്ല, മടി കയറി വരുന്നതാണ് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ അതങ്ങ് ഓണായി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഒറോട്ടിയൊക്കെ കഴിച്ചു. പിന്നെ ഇനിയിപ്പം വേഗം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഇവിടെ ജസ്റ്റ് ഒരു ക്വിക്ക് ക്ലീനിങ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് അത്രേ വേണ്ടി വരുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ അങ്ങനെ ഭയങ്കര എണ്ണയിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ വെറുതെ ആ ഒരു ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടു, അപ്പോൾ തന്നെ കിച്ചൺ നല്ല നീറ്റായിട്ട് ഇരുന്നോളും. കിച്ചൺ ഞാനിപ്പോൾ ക്ലീൻ ആക്കുക വൈകുന്നേരം നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞാലാണ് കേട്ടോ. നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നുകിൽ നോമ്പ് തുറന്ന് കഴിഞ്ഞ ശേഷം എന്തായാലും കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കാനുണ്ടാവും. പിന്നെ കിച്ചൺ ഫ്ലോറും ജസ്റ്റ് ഒന്ന് തുടച്ചിടാനുണ്ടാവും കേട്ടോ. ഒന്നുകിൽ അങ്ങനെ, ഇല്ലെങ്കിൽ നേരത്തെ തീരുകയാണെങ്കിൽ നമ്മൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കിട്ടുകയാണെങ്കിൽ അപ്പം തന്നെ കിച്ചണ് ഒന്ന് തുടച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ടിരുന്നോളും. പിന്നെ എനിക്ക് പകലിൽ കിച്ചണിൽ അങ്ങനെ കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടാവില്ല.
ബൈക്കെടുക്കുന്നില്ല. നല്ല മഞ്ഞല്ലേ, നമുക്ക് പുക മുടി പോലുണ്ട്. ബൈക്കോ കൊടുത്തേ? ആ 2 വെച്ചിട്ട് എന്തിനാ? ഈ ഒരു സമയം നല്ല രസമാട്ടോ ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ചെടികളൊക്കെ വേണം, എന്നിട്ട് അതും ആ ഒരു മഞ്ഞും ഒക്കെ കാണുമ്പോൾ അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കാൻ തോന്നും. പക്ഷെ നിൽക്കാൻ സമയമില്ല, ഞാൻ പോയിട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങട്ടെ. അപ്പം എപ്പോഴത്തും പോലെ തന്നെ റഫീക്ക പോകാൻ നേരത്ത് വിളിച്ചു. ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ എണീറ്റ് വന്നിട്ടുള്ളത്. ഇനിയിപ്പം ചില ദിവസങ്ങളിൽ റഫീക്ക പോയ ഉടനെ തന്നെ കുറച്ച് സമയം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്നിങ്ങനെ ഓതാനൊക്കെ ഇരിക്കും കേട്ടോ. ഒരു മൂടുണ്ടെങ്കിൽ, കുറച്ച് കൂടുതൽ പണിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് പിന്നെ അങ്ങ് ഇറങ്ങുക ചെയ്യുക. ഇതെന്താണെന്നറിയോ, ഇത് നമുക്കൊരു നോമ്പ് തുറ ഉണ്ടായിരുന്നേ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തേ ഉള്ളേ. അപ്പം എനിക്ക് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു നോമ്പ് ഇഫ്താർ പാർട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പാടാം. ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്പൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ പണിയല്ല, മുറ്റടിക്കുക, അകടിക്കുക, അലക്കുക, അങ്ങനത്തെ പണിയൊക്കെ കേട്ടോ. അപ്പോൾ ഇതാ ഇഫ്താർ പാർട്ടി എവിടെയാണെന്നറിയോ? നമ്മൾ കൽപ്പറ്റ തന്നെ ഷംസുലുലമ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഇത് നടത്തുന്നത് എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളില്ലേ, അതായത് എൻ്റെ അമ്മായിയും മക്കളും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് കേട്ടോ. ഇതിനൊരു പ്രത്യേകത ഉണ്ടേ, ഞാൻ പറയാം. ഇതിപ്പോൾ ഇതാ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ബാങ്ക് കൊടുക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കില്ല അവിടെ ഒരു സൈലൻ്റ് ആണെന്ന്. അപ്പോൾ അവിടുത്തെ ബഹളം ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തന്നതാണ് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ, എല്ലാവരും കൂടെ കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞുതരാം. അതായത് അമ്മായിയും അമ്മായിൻ്റെ മക്കളും കൂടെ നടത്തുന്നതാണ് കേട്ടോ ഇത്. അതായത് നമുക്കിപ്പോൾ എത്ര മക്കൾ, ഇപ്പോൾ ഒരു 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളും ഉമ്മയും എല്ലാവരും കൂടെ നടത്തുന്ന പരിപാടി. അപ്പോൾ പിന്നെ എല്ലാവരും ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരും ഓരോ വീട്ടിൽ മക്കളെല്ലാവരും വീട്ടിലും നോമ്പ് തുറ കഴിക്കൂലേ, അതില്ലാതെ അങ്ങനെ ഇപ്പം ഓരോരുത്തർ ഇപ്പം അമ്മായിൻ്റെതായിട്ടുള്ള എല്ലാവരെയും വിളിക്കുന്നത്, പിന്നെ വേറൊരു മോനുണ്ടെങ്കിൽ ആ മോന് കണക്റ്റ് ആയിട്ടുള്ള ആളുകളെ അവർ വിളിക്കുന്നത്, അങ്ങനെ വേറെ മോളുണ്ടെങ്കിൽ ആ മോള് വേറെ അവരുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള അവരുടെ ഫാമിലി ആയിട്ട് കണക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ അവർ വിളിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കുറേ പേരുണ്ടാവുകയും ചെയ്യും. വലിയൊരു റിസ്ക് ഇല്ലാതെ നല്ലൊരു നോമ്പുറ പാർട്ടി നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. എല്ലാ മക്കളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ നല്ല രസമായിരുന്നു. നമ്മൾ കാണാത്ത മീൻസ് എപ്പോഴും കാണാത്ത എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ കുറച്ച് സമയമാണെങ്കിലും അത് നല്ല രസമായിട്ടുണ്ടായിരുന്നു, നല്ല വൈബായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുത്തു, നമ്മൾ നോമ്പൊക്കെ തുറന്നു. അതിനുശേഷം നല്ല ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ പത്തിരി, പൊറോട്ട, വെള്ളപ്പം, ചിക്കൻ കുറുമ, ബീഫ് വരട്ട്, എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് ഒന്നും പറയാനില്ല. അതിനേക്കാളും ഇതായിട്ട് അവരുടെ ആ ഒരു എന്താ പറയുക, അത് നടത്തിയ ആ രീതിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് സമയം, കാരണം മഗ്‌രിബ് തൊട്ടിട്ട് ഇശാ വരെയാണ് നമ്മളെല്ലാവരും അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിനിടയ്ക്ക് നമുക്ക് നോമ്പ് തുറ, എല്ലാവരും ആയിട്ടുള്ളൊരു കൂടൽ, പിന്നെ അതിൻ്റെ ഇടയിൽ നിസ്കരിക്കാനുള്ള കാര്യങ്ങൾ അവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഒക്കെ നല്ല നല്ല അടിപൊളിയായിട്ട് കുറച്ച് സമയം കൊണ്ട് എല്ലാം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കൾ അതുപോലെ തന്നെ പേരക്കുട്ടികളും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. വലിയൊരു എഫേർട്ട് തന്നെ അതിൻ്റെ പുറകിലുണ്ട് കേട്ടോ. പക്ഷെ നല്ലൊരു കാര്യമല്ലേ ഇത്, എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത്. എന്നാൽ അധികം ഒരു സമയം എല്ലാവരും എഫേർട്ട്. ഇപ്പം നമുക്കൊക്കെ അങ്ങോട്ടൊക്കെ നോമ്പ് തുറക്കാൻ പോവുകയാണെങ്കിൽ ശരിക്ക് കുറേ പോകാനുണ്ട്, അത്രയുണ്ട്, നമ്മളൊന്നും പോവില്ല, അതാണ് കാര്യം. പക്ഷെ ഇതായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാനും പറ്റി, എല്ലാവരെയും കാണാനും പറ്റി. നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു എല്ലാവരും കേട്ടോ. ശരിക്കും ആ ഒരു ഇഫ്താർ പാർട്ടി എല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു ഇഫ്താർ പാർട്ടി ആയിട്ട് തോന്നിയിട്ടാ. നമുക്കൊക്കെ അങ്ങനെ ആ ഒരു രീതിയിൽ ചിന്തിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോൾ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ ഒരു ഫീലില്ലേ? പക്ഷേ ഇല്ല, ഞാനിതാ അസ്ര നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ കിച്ചണിലേക്ക് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇഫ്താർ പാർട്ടിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം.
സാധാരണ ദിവസങ്ങളിൽ കിച്ചണിലേക്ക് വരാൻ ഭയങ്കര മടിയാട്ടോ. ഞാനൊരു 5:30 ആകുമ്പോഴാണ് കിച്ചണിലേക്ക് വരിക. എന്നിട്ട് പെട്ടെന്ന്, കാരണം വീഡിയോ എടുക്കാനൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെയാണ് കേട്ടോ, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. വേഗം വന്നിട്ട് വേഗം ചെയ്തിട്ട് പോവാം. ആ ഒരു ടൈം, അത്രയും ടൈം മതി. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടുതൽ വേണം. അതുകൊണ്ടാണ് ഈ അസ്ര നമസ്കാരത്തിന് ശേഷം തന്നെ ഒരു മാക്സിമം 4:30 അതിൻ്റെ ഉള്ളിൽ തന്നെ എന്തായാലും വരും കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ ആലോചിക്കുമ്പോഴൊക്കെ ഒരു മടിയൊക്കെ ഉണ്ടാവും. പിന്നെ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നല്ല ഓണായിട്ട് ചെയ്യും. അപ്പോൾ ഇന്നിതാ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു പുഡിങ്, ഒരു ഡെസേർട്ട് എന്നൊക്കെ പറയാം. കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നേ, അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു ഫ്രൂട്ട് സലാഡൊക്കെ പോലെ പഴം മാത്രം വെച്ചിട്ടാണേ. അപ്പോൾ ഇതാ ഒരു 2-3 പഴം എടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് പഴം തീർക്കണം കേട്ടോ എന്തായാലും. പിന്നെ നോമ്പിന് അങ്ങനെ ഈ ഒരു പഴത്തിന് ചിലവുണ്ടാവില്ല. ഇത് പൂവമ്പഴമാണേ, നല്ല പഴം. അപ്പോൾ അതെടുത്തു. അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഇതാ പേസ്റ്റായിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പാലൊഴിച്ചിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടോ. കിഡിലും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എത്രയാണോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ആക്കിയിട്ടെടുത്തോ. തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ, കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ. എനിക്ക് കുറച്ച് ലൂസായിട്ടാട്ടോ തോന്നിയേ. ആ ഒരു പഴത്തിൻ്റെ ഒരു ഫീൽ കിട്ടൂല കുറച്ച് ലൂസാണെങ്കിലേ. ഇനി അതിലേക്ക് കുറച്ച് ചിയാ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇത് ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഉണ്ടാക്കി വെക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു കറക്റ്റ് എല്ലാം കറക്റ്റ് സെറ്റായിട്ട് വരിക. ഇനി മധുരത്തിന് പകരം, പഞ്ചസാരയ്ക്ക് പകരം ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തു. നിങ്ങൾ ഇനിയിപ്പം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ മിൽക്ക് മെയ്ഡ് ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടേ, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി പഞ്ചസാരയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാൻ കുറച്ച് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ബാക്കിയുള്ള നട്ട്സൊക്കെ ചിലവാകും, ബദാം അങ്ങനെ ചിലവാകില്ല കേട്ടോ. അത് ഞാൻ എന്തെങ്കിലും ഡ്രിങ്കോ അല്ലെങ്കിൽ കറികളിലോ ഇതുപോലെയൊക്കെ അങ്ങനെ പൊടിച്ച് ചേർക്കുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെയാണ് ചിലവാകുള്ളൂ. ഇല്ലെങ്കിൽ അതിങ്ങനെ കുത്തി അതിങ്ങനെ ആ ഒരു രീതിയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അത് കുറച്ച് അധികം എടുത്തിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നട്ട്സ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കയ്യിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് അവിടെ കഴിക്കാൻ കിട്ടിയാൽ മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് മിക്സിൻ്റെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഒന്നിങ്ങനെ കുത്തി പൊട്ടിച്ചിട്ട് അങ്ങനെ എടുത്താലും മതി കേട്ടോ. ഓവർ ഫൈൻ പൗഡറായിട്ട് പോണ്ട. അപ്പോൾ ഇതാ നമ്മുടെ ഒരു സ്വീറ്റ്, ഇന്നത്തെ നമ്മുടെ ഇഫ്താർ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പഴമാണെന്ന് വിചാരിച്ച് ഉണ്ടാക്കാണ്ടിരിക്കണ്ട കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിത് നേരത്തെ, അതായത് ഫസ്റ്റിലേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും ആവില്ല, കളർ ചേഞ്ചോ ഒന്നും ആവില്ല കേട്ടോ, നന്നായിട്ട് വരും. ഇനി നമ്മൾ ഇന്നത്തെ സ്നാക്സിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ 2 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലും കൂടെ കേട്ടോ. ഒരു നാടൻ ഒരു പോളയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോളയാണ് കേട്ടോ. കമൻറ്റിൽ കാണാനുണ്ട് സാധാരണക്കാർക്ക് പറ്റുന്നത് ഉണ്ടാക്കണേ എന്നിട്ട്. അപ്പോൾ ഇതൊക്കെ സാധാരണക്കാർക്ക് പറ്റുന്നത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ സവാള ഉണ്ടല്ലോ അതൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ആക്കി ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. നിങ്ങൾ പോളേൻ്റെ വലുപ്പത്തിനനുസരിച്ച് മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മസാല ചേർത്ത് കൊടുക്കുക. മീറ്റ് മസാല ചേർത്ത് കൊടുത്തു, പകരം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇത്രയും മസാല ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക, ആ ഒരു റോ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള, ഇങ്ങനെ ഉണങ്ങിയ പോലത്തെ മസാല ആണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക ഒരു 2 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ. അപ്പോൾ ഇതാ നമ്മളെ മസാല സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഫിഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ചിക്കൻ വെച്ചിട്ടോ മട്ടൺ വെച്ചിട്ടോ പ്രോൺസ് വെച്ചിട്ട് അല്ലെങ്കിൽ എഗ്ഗ് വെച്ചിട്ടോ ഒക്കെ ഇത് ചെയ്തെടുക്കാം. ഞാനിന്ന് ചെയ്തെടുക്കുന്നത് എഗ്ഗ് വെച്ചിട്ടാണ് കേട്ടോ. ഒരു 4 എഗ്ഗ് ഞാനവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് എത്ര എഗ്ഗ്, ഇപ്പോൾ ഒരു എഗ്ഗ് കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത് ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി അതിലേക്കൊരു ബാറ്റർ വേണ്ടേ. അതിലേക്ക് 1 കപ്പ് മൈദ, അതിലേക്കൊരു 1/2 കപ്പ് പാല്, ഒരു 1/2 കപ്പ് തന്നെ വെള്ളം, കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുന്നതിന് മുമ്പ് ഞാൻ ചേർക്കാൻ മറന്നുപോയതാണ്, 1 എഗ്ഗ് ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ, മറന്നു പോകണ്ട. അതും കൂടെ ചേർത്തിട്ട്
നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിൻ്റെ കൺസിസ്റ്റൻസി കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെള്ളമൊക്കെ അതിനനുസരിച്ച് ആക്കിയെടുത്ത് ഇനി കുറച്ച് വെള്ളം കൂടി പോവുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ മൈദ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. നിങ്ങൾക്കില്ലേ ഈ മൈദയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് സെയിം ഗോതമ്പിൽ ചെയ്തെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുമേ. അപ്പോൾ മൈദ ബാറ്ററിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ആറാൻ നിൽക്കണ്ട, ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ മസാല ഒരു പകുതി മുക്കാൽ ഭാഗം മസാല ഇട്ട് കൊടുക്കുക കേട്ടോ, എല്ലാ ഭാഗത്തേക്കും സൈഡിലേക്കും സെൻറ്ററിലേക്കും ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എഗ്ഗ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് എന്ന്, അപ്പോൾ അത് ഞാൻ നടുകെ കീറിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് റൗണ്ടായിട്ടോ ചെറുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്തത് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഇന്നിങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. വെക്കുന്ന സമയത്ത് തന്നെ ഞാൻ എല്ലാ എഗ്ഗും വെച്ച് കൊടുത്തിട്ടുണ്ട്. എഗ്ഗ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മസാല ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടെ ഇട്ട് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ഇനി കുറച്ചുകൂടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുമല്ലോ, ആ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു വൈറ്റ് കളർ ഒരു ഭംഗി ഉണ്ടാവില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ചെറിയൊരു യെല്ലോ കളർ കയറി വരാൻ വേണ്ടിയിട്ടാട്ടോ അതിൻ്റെ മുകളിൽ നമ്മൾ മസാല ഇട്ട് കൊടുത്തേ. മാത്രമല്ല ആ ഒരു ബാറ്ററിലേക്ക് ഒന്നും കൂടെ മസാല കയറി കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ട് ഇളക്കരുത്, വെറുതെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ. ഇതുപോലെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. ആ ഒരു യെല്ലോ കളർ മുകളിലേക്ക് കുറച്ചിങ്ങി കയറി വരും കേട്ടോ, അപ്പോൾ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇത്രയും മതി, ഇത്രയേ ഉള്ളൂ. ഇനി അടച്ച് വെച്ച് കൊടുക്കുക ലോ ഫ്ലെയിമിൽ. ഒന്ന് ഞാൻ ടൈം പറയുന്നത് ഒരു 10-15 മിനിറ്റൊക്കെ, പക്ഷെ മുകൾ ഭാഗം ഒന്ന് ആറി വരുന്ന ടൈം കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗം ആറി വന്നാൽ റെഡി ആയിട്ടുണ്ടാകും. ഞാൻ അടി കരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പഴയൊരു പാനിൻ്റെ മുകളിലേക്ക് പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കട്ടെ. അത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അതവിടെ സെറ്റാവട്ടെ. നമ്മൾ അടുത്ത സ്നാക്സിനുള്ള കാര്യങ്ങൾ നോക്കാം. ചിക്കനില്ലേ, ഞാൻ വലിയ 2 പീസ് ചിക്കൻ ചെറുതായിട്ട് കുഞ്ഞാക്കി ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇതൊക്കെ നമ്മൾ ചിക്കൻ കൂട്ടിയെടുക്കുമ്പോൾ അതിനനുസരിച്ച് എല്ലാം കൂടുതൽ ചേർക്കണം കേട്ടോ. ഇത് ഭയങ്കര ഈസി ആയിട്ടില്ല, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. പിന്നെ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ എഗ്ഗാണ്, അപ്പോൾ ഒരു എഗ്ഗ്, ഇത്ര ചിക്കനല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ ചിക്കൻ കൂടുതലുണ്ടെങ്കിൽ എഗ്ഗ് കൂട്ടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഒരു കുഴഞ്ഞിട്ടുള്ള ആ ഒരു മിക്സാണ് നമുക്ക് കിട്ടുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെ ടൈറ്റ് ആയിട്ടാണെങ്കിൽ നിങ്ങൾ ഒരു എഗ്ഗും കൂടെ ചേർത്ത് കൊടുക്കണേ. പിന്നെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചീസ്, അത് ചെഡാർ ചീസോ അല്ലെങ്കിൽ മൊസറല്ല ചീസോ ഏതാണെങ്കിലും കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൊസറല്ലയാണ് ചേർത്ത് കൊടുത്തേ. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ ചീസ് അവോയ്ഡ് ചെയ്യുക. ചീസ് ചേർത്ത് കൊടുത്താൽ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ടേസ്റ്റിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. എഗ്ഗ് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. ആ ഒരു കാണാനുള്ള ലുക്കൊക്കെ അടിപൊളിയായിരിക്കട്ടെ. ചീസ് ചേർത്ത് കൊടുത്താൽ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിന് തന്നെ ഇട്ട് കൊടുക്കട്ടെ. ചിക്കനിലേക്കുള്ള ഉപ്പ് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അത് അവിടെ ഇരിക്കട്ടെ. അതിൽ നമുക്ക് വലിയ പണിയൊന്നും ഇനിയില്ല. അപ്പോൾ ചൂടോടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനാണ് കേട്ടോ, അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ഇന്നത്തെ ഡ്രിങ്ക് പൈനാപ്പിൾ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇന്ന് ഭയങ്കര ഒരു ദാഹമോ എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിക്കാനുള്ളൊരു കൊതി. അപ്പോൾ പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തത്, അതിലേക്കൊരു എൻ്റെ ഒരു കയ്യിന് നല്ല 2 പിടി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം, പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. സാധാ പൈനാപ്പിൾ ജ്യൂസൊക്കെ അടിച്ചെടുക്കൂലേ, അതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കുക കൂടെ വേണം കേട്ടോ, കാരണം പൈനാപ്പിളിൻ്റെ ആ ചണ്ടിയും തേങ്ങേൻ്റെയും ഒക്കെ ഉണ്ടാവില്ലേ, അതാ നല്ല ടേസ്റ്റാട്ടെ. ഈ ഒരു ജ്യൂസ് ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടെ, ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ. അതെല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ഒരു വെറൈറ്റി പൈനാപ്പിൾ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ടേ. പൈനാപ്പിൾ ജ്യൂസിന് ഇപ്പോൾ വെറൈറ്റി ആവണമെന്നൊന്നുമില്ല അല്ലേ, സാധാരണ ജ്യൂസാണെങ്കിലും നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പൈനാപ്പിൾ ജ്യൂസ്, വത്തക്ക ജ്യൂസൊക്കെ അടിപൊളി തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളെ എഗ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. എഗ്ഗ് ചേർക്കുമ്പോൾ എഗ് പോള, അതിൽ ചിക്കൻ ചേർത്താൽ ചിക്കൻ പോള ഒക്കെ മാറി വരുവേ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് തിരിച്ചിടാം. ഞാൻ ഇപ്പോൾ ചൂടോടെയാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ആ ഒരു അപ്പുറം ഭാഗം ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കണം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അതാണ് ഞാൻ തിരിച്ചിട്ട് കൊടുത്തേ.
ഇപ്പോൾ 2 മിനിറ്റ് ഒന്ന് അടക്കമൊന്നും വേണ്ട, വെറുതെ ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് റെഡിയായി വരാനാണ്, ഒന്ന് കളർ ചേഞ്ച് ആയി വരിക. ഒരുപാടൊന്ന് കുക്കാവാനൊന്നും ഇല്ല കേട്ടോ. നല്ലോണം ആദ്യം തന്നെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ എഗ് പോള റെഡി ആയിട്ടുണ്ട്. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആട്ടോ, അത് കണ്ടോ. പിന്നെ ഉള്ളിൽ നല്ല എഗ്ഗ് ഫില്ലിങ്ങുമാണ്. നല്ല ടേസ്റ്റുള്ള ഒരു പോളയെന്നൊക്കെ വേണം പറയാൻ കേട്ടോ. ഇതിനെ കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ 2 സ്നാക്സും എനിക്ക് വേഗം ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പുറത്ത് വന്ന് നോക്കിയതാണ് കേട്ടോ. മഴയൊക്കെ മൂടി വന്നിട്ടുണ്ടായിരുന്നു, പെയ്തിട്ടില്ല. പിന്നെ ചെടി നനക്കാനൊന്നുമില്ല കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ റഫിക്കും തറാവി കഴിഞ്ഞ് വന്നതിന് ശേഷം നനച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ, നനക്കാൻ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സമയം വൈകൂട്ടാണ്. എനിക്ക് നോമ്പുറൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുൾ തിരക്കായിട്ട് പോവും. അപ്പോൾ ഇതാ നമ്മൾ ആ ചിക്കൻ്റെ സ്നാക്ക് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇനി അതിൻ്റെ ബാക്കിയുള്ളൂ. അപ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ആ ഒരു സമയത്ത് 2 ടീസ്പൂൺ കോൺഫ്ലവറും 2 ടീസ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുഴഞ്ഞ ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു എഗ്ഗ് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഡ്രൈ ആണെങ്കിൽ ചേർത്ത് കൊടുക്കണേ. എൻ്റെ അടുത്ത് എഗ്ഗ് പൊട്ടിച്ചത് കുറച്ചൊരു ഹാഫ് എഗ്ഗിൻ്റെ ഞാൻ ഇന്നലത്തെ കടി ഉണ്ടാക്കിയതിൻ്റെ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 എനിക്ക് വേണ്ടി വന്നില്ല. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഒരു കുഴഞ്ഞതാ, ഈ ഒരു ടൈറ്റ് പരുവത്തിലാകരുത്, ഒരു കട്ടി വരരുത്, ഒരു കുഴഞ്ഞ് നമുക്കിതങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഇങ്ങനെ പരത്തി കൊടുക്കാൻ പറ്റുന്നൊരു പരുവം, അത്രയും തന്നെ. പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലിങ്ങനെ ഫുള്ളിങ്ങനെ മുങ്ങിപ്പൊരിക്കാനുള്ള ഓയിലൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒരു അത്രയും മതി. നമ്മൾ ചിക്കനൊക്കെ ഒരു ശാലോ ഫ്രൈ ചെയ്തെടുക്കില്ല, അതിനുള്ള ഓയിൽ മതിയാവും. എന്നിട്ട് 2 ഭാഗം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കരുത്. നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ആക്കുന്നത് പോലെ തന്നെ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഭയങ്കര കത്തി ചൂടാവുകയും ചെയ്യണ്ട. ജസ്റ്റ് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. സ്പൂൺ കൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഷേപ്പ് ആക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ഇങ്ങനെ ഒരുമിച്ചിട്ട് ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കുക. നമ്മൾ പക്കവടയൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിൽ ഒന്നിങ്ങനെ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഒന്നിൻ്റെ മുകളിലൊന്നാവണ്ട, ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ എണ്ണയിൽ നിന്നിട്ട് അത് ചിക്കൻ ഫ്രൈ ആകാൻ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിങ്ങനെ അവിടെ ഇങ്ങനെ ചിക്കൻ പീസസ് വിട്ടൊന്നും പോകില്ല കേട്ടോ. അതിലിങ്ങനെ സെറ്റായിട്ട് ഒരു സ്നാക്സിൻ്റെ ആ ഒരു രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഫ്ലോപ്പായിട്ടൊന്നും പോകില്ല കേട്ടോ. ഒരു ചെയ്ത് നോക്കുക എന്തായാലും. ഇനി അവിടെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ കുക്കാവട്ടെ. ചെറിയ പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളെ ചിക്കൻ കുക്കായിട്ട് കിട്ടുക. ഈ എല്ലില്ലാത്ത പീസ് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇറച്ചി പീസ് മാത്രം എടുക്കുക കേട്ടോ, എല്ലുള്ള പീസിൽ എടുക്കല്ലേ. പിന്നെ താഴെ ഭാഗം ഒരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പുറം ഭാഗം ആ ഒരു രീതിയിലൊന്ന് കുക്കാവുന്ന സമയത്ത് നമുക്ക് എടുത്ത് മാറ്റാം. അത്രയേ ഉള്ളൂ. അധികം എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അതാണ് ഞാൻ ലാസ്റ്റ് ഫ്രൈ ആകാൻ വെച്ചത്. ഇനിയിപ്പോൾ കുറച്ച് തണുത്താലും നമുക്ക് ഇഫ്താർ പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. തണിഞ്ഞാലും നമുക്ക് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചിക്കൻ അല്ലേ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും എന്തായാലും. വേണമെങ്കിൽ മാത്രം കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഒരു ഡിപ്പായിട്ട് കൊടുക്കുക. അതിൻ്റെ ആവശ്യമില്ല, വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറേ സമയം ഇട്ടിട്ട് എണ്ണയിലിട്ട് ഇങ്ങനെ മുരിപ്പിച്ചൊന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ ആ നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കുന്നത് പോലെ തന്നെ ചിക്കൻ ഹാർഡായാലും ടേസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ അതും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സ്നാക്സും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ്റെ സ്നാക്സ് ഞാൻ ഒരു ട്രിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി നിൽക്കുന്നില്ല, സമയമാവാനായിട്ടുണ്ട്. ഇനിയിപ്പം 6 മണിയായി. ഞാൻ നമ്മളെ സ്നാക്സൊക്കെ ടേബിളിലേക്ക് കൊണ്ടുവെക്കട്ടെ. ഇന്നിപ്പോൾ റഫീക്ക് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടുവെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5:05 ആയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേബിളൊക്കെ ഞാൻ സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആൾ നല്ല ഉറക്കമാണ് കേട്ടോ. ഇപ്പം ഞാൻ വിളിച്ചിട്ടുണ്ട്, അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ, അതും കൂടെ അറിയണമല്ലോ വിചാരിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജ്യൂസോ വെള്ളമോ തരിയോ എന്നൊക്കെ ചോദിച്ചവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇന്ന് ആളെ കൊണ്ടുതന്നെ കൊണ്ടുവയ്പ്പിക്കട്ടെ. അപ്പോൾ ഇതാ നമ്മളെ പോള അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തിട്ട് കാണാനൊക്കെ നല്ല രസമാണ്, കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. ഇനി നമ്മൾ സ്നാക്സൊക്കെ ഒന്ന് പ്ലേറ്റ് ചെയ്യട്ടെ.
അതിനിടയിൽ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ ഞാൻ കിച്ചണൊക്കെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ, ഫ്ലോറൊക്കെ ഒന്ന് തുടച്ചിട്ടു. ചില ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യും, ഇല്ലെങ്കിൽ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ഒക്കെയാണ് കേട്ടോ ചെയ്യുക. എന്തായാലും കുറച്ച് പാത്രങ്ങളൊക്കെ എന്തായാലും കഴുകാനുണ്ടാവുമല്ലോ, അപ്പോൾ അത് കഴുകലും. നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കുമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ മടി വരും, കാരണം നല്ല ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു നോമ്പ് തുറന്ന ഉഷാറിൽ തന്നെ കാര്യങ്ങൾ ചെയ്യണം. ഇരുന്ന് അവിടെ ഇരുന്ന് വർത്താനം പറയുക, അല്ലെങ്കിൽ ഒന്ന് കുറച്ച് നേരം കിടക്കട്ടെ, ഫോൺ നോക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കിടക്കുക ചെയ്യുക. അപ്പോൾ അതിന് നിൽക്കൂല കേട്ടോ. ക്ഷീണം ഉണ്ടെങ്കിൽ കൂടിയിട്ട് ആ പാത്രം അങ്ങ് കൊണ്ടുവെക്കലും കഴുകലും ക്ലീൻ ചെയ്യലും പടപടേന്ന് ചെയ്യും. എന്നിട്ട് പിന്നെ കുറച്ച് സമയം ഉണ്ടാവും കേട്ടോ, ഒരു അരമണിക്കൂറോളം എന്തായാലും റെസ്റ്റ് എടുക്കാനുള്ള ടൈം എന്തായാലും ഉണ്ടാവും. പിന്നെ നമ്മൾ കുറച്ച് സമയമൊക്കെ ഒന്ന് ഇരുന്ന് കിടന്ന് ഒക്കെ ചെയ്തിട്ട് പിന്നെ നിസ്കരിക്കാൻ പോകുമല്ലോ. ഒരു 8:30 ആകുമ്പോൾ 8:20 നമ്മൾ മുന്നിൽ തന്നെ ആയതുകൊണ്ട് ഒരു 8:25 ആകുമ്പോൾ ഒതു എടുത്തിട്ട് തറാവി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകും. പിന്നെ വരിക ഒരു 9:45 ഒക്കെ ആകുമ്പോഴാട്ടോ തിരിച്ച് വരിക. ആ ഒരു സമയത്ത് തന്നെയാണ് റഫീഖും തിരിച്ച് വരിക. അങ്ങനെയാണ് നമ്മളെ റമദാൻ ഡേ ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. എല്ലാ ദിവസവും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. ഇത് റമദാനിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, ഒരേ ഇതിൽ തന്നെയാണ് നമ്മൾ പോവുക. ഫുഡിന് മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ബാങ്കൊക്കെ കൊടുത്തു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മൾ അങ്ങനെ നോമ്പ് തുറക്കട്ടെ. അപ്പോൾ ഇന്ന് റഫീഖ് തന്നെ എല്ലാം ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഭയങ്കര ഒരു സമാധാനം കേട്ടോ, നമുക്കൊരു കുറേ ഫ്രീ ടൈം കിട്ടുന്ന പോലെ തോന്നി. അല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ വീഡിയോ എടുക്കലും അതുപോലെ തന്നെ കൊണ്ടുവെക്കുന്ന വീഡിയോ എടുക്കണം, അങ്ങനെ ഓരോന്നായിട്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര ഈസി ആട്ടോ, ഞാൻ കൊണ്ടുവച്ചാൽ മാത്രം മതിയല്ലോ. വീഡിയോ എടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലും കുറച്ചുകൂടെ നല്ലതാണ്. പക്ഷെ റഫീഖൊക്കെ ആ ഒരു കറക്റ്റ് സമയത്തേ വരാൻ പറ്റുള്ളൂ കേട്ടോ. 6:30 ബാങ്ക് കൊടുക്കുന്ന ആ ഒരു കറക്റ്റ് തന്നെയാണ് വരിക. പിന്നെ അതിനുള്ള സമയമുണ്ട്, അപ്പോഴത്തേക്കും ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇതാ നമ്മളെ ഈ ഒരു സ്വീറ്റില്ലേ, ബനാന സ്വീറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. ഇന്നത്തെ സ്റ്റാർ ഇതാണെന്ന് തന്നെ വേണം പറയാൻ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ആക്കി നോക്കിക്കോ, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുവേ. നല്ല പഴം എടുക്കണം കേട്ടോ, നല്ല പഴം തന്നെ നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. പിന്നെ നിങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തുതന്നെയാണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന റെസിപ്പിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ആക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ട്രൈ ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോയിലൂടെ പറയാൻ മറക്കരുത്, കമൻ്റായിട്ട് പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷമായിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. വിഷമങ്ങളും കാര്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത മനുഷ്യരില്ല, എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക, ധൈര്യമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.